ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഗീതഗോവിന്ദം കണ്ടപ്പോഴേ എനിക്ക് ഭയങ്കര വിഷമം എന്ന് വെച്ചാൽ ഇത്രയും വർഷമായിട്ട് പരസ്പരം അറിയാതെ മറഞ്ഞിരുന്ന രണ്ട് സഹോദരിമാർ ഒന്നിച്ച് കണ്ടുമുട്ടുമ്പോഴുള്ള ഒരു വികാരഭരിതമായിട്ടുള്ളൊരു നിമിഷങ്ങളാണ് ഗീതഗോവിന്ദത്തിൽ ഇന്ന്. അവർ പരസ്പരം കൂടപ്പിറപ്പുകളാണ് തിരിച്ചറിഞ്ഞിട്ട് അവരുടെ ഒരു സന്തോഷം, അവരുടെ ഒരു കെട്ടിപ്പിടിക്കൽ, അവരുടെ ഒരു ആനന്ദം, അതൊക്കെയാണ് ഇന്നത്തെ ഗീതഗോവിന്ദത്തിൽ കാണുന്നത്. അത് മാർഗഴിയെ കാണുമ്പോൾ ഭദ്രൻ വന്നിട്ട് മാർഗഴിയെ കാണുമ്പോൾ ഭദ്രൻ പോലും സ്വന്തം തെറ്റേറ്റ് പറയുന്നു, നുണ പറയുന്നില്ല. മാറ്റിക്കിടത്തി പവിഴത്തിൻ്റെ കുട്ടി മരിച്ചപ്പോൾ പവിഴത്തിൻ്റെ അടുത്തും മാർഗഴിയെ മാറ്റിക്കിടത്തിയത് ഭദ്രനാണെന്നും അന്ന് അറ്റൻഡറാണ് അതിന് കൂട്ടുനിന്നെന്നും അയാളിപ്പോൾ ഒരു മാനസിക രോഗിയെ പോലെ പിച്ചുമേയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് പോലും ഭദ്രൻ എല്ലാ തെറ്റുകളും ഏറ്റുപറഞ്ഞ് ആ വിവരം സത്യം മനസ്സിലായപ്പോൾ ഗീതുവും മാർഗഴിയും കൂടി കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്നൊരു വികാരഭരിതമായ നിമിഷമാണ് ഇന്നത്തെ ഗീതഗോവിന്ദത്തിൽ. സത്യം പറഞ്ഞാൽ ഗീതുവിന് അങ്ങനെ ഒരു കൂടപ്പിറപ്പിനെ കണ്ടുപിടിച്ച് തന്നതിൽ ഗോവിന്ദാണ് കേട്ടോ ഏറ്റവും വലിയൊരു മനുഷ്യൻ വെച്ചാൽ ഗോവിന്ദാണ്. കൂടെ നിന്ന് അജാസും. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഗീതഗോവിന്ദം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടവും സന്തോഷവും ഒക്കെ കൂടി വന്നു. പക്ഷേ അതിലിപ്പോൾ ഭദ്രന് ആ ഒരു ചെയ്ത തെറ്റ് ഭദ്രന് തന്നെ തിരിച്ചടിയായി. രണ്ട് പെൺമക്കളും ഭദ്രനെ തള്ളി പറഞ്ഞിരിക്കുകയാണ്. ഇനി ഇങ്ങനെ ഒരു അച്ഛനില്ല എന്നുള്ള തീരുമാനത്തിലാണ് ഗീതുവും മാർഗഴിയും. അവരുടെ തീരുമാനം ഇനി അവർക്ക് മനസ്സാന്തരം വരുമോ എന്താണെന്നൊന്നും അറിയില്ല. പക്ഷേ മാർഗഴിക്ക് ഒരിക്കലും പവിഴത്തിനെ വിട്ട് ഗീതുവിൻ്റെ അമ്മയുടെ അടുത്തേക്ക് വരാൻ പറ്റുമോ അറിയില്ല. ഗീതു മാർഗഴിയെ പവിഴത്തിന് വിട്ടുകൊടുക്കുമോ അതും അറിയില്ല. പക്ഷെ ഭയങ്കര എന്ന് വെച്ചാൽ ഒരു നെഞ്ച് പൊട്ടുന്നൊരു ഭാഗമാണ് ഇന്നത്തെ ഗീതഗോവിന്ദത്തിൽ. ഭയങ്കര സങ്കടമുള്ള ഭാഗമാണ് കേട്ടോ. കൂടപ്പറപ്പുകൾ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്ന ഒരു ഭയങ്കര രസമായിട്ടുള്ളൊരു എപ്പിസോഡാണ് ഇന്നത്തെ ഗീതഗോവിന്ദം.